ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ഉയർപ്പിൻ ദിനത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉയർത്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മെ അനുഗ്രഹിച്ച് പരിപാലിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്? നമ്മുടെ പാപങ്ങൾ വഹിക്കുന്നതിന് വേണ്ടി മാത്രമാണോ? അതോ നമ്മുടെ ശാപങ്ങൾക്ക് പരിഹാരമാകുന്നതിനോ രോഗങ്ങൾക്ക് ശമനം വരുത്തുന്നതിനോ മാത്രമാണോ? ഈ ലോകത്തിൽ ചില നന്മകളെ നമുക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണോ? ഒരിക്കലും അങ്ങനെ മാത്രമല്ല തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. സർവശക്തനായ കർത്താവ് കാൽവരിയിൽ യാഗമായതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാലോ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരത്തില്ല. കർത്താവ് പോയി താനായിരുന്ന പിതാവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ നമുക്ക് നൽകാമെന്ന് പറഞ്ഞ ഒരു ഉറപ്പാണ്, വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. അതായത് ഇമ്മാനുവേലാം ദൈവം, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം പരിശുദ്ധാത്മാവായി നമ്മിലേക്ക് ഒഴുകി വരുന്നു, നമ്മിലേക്ക് വന്നു നിറയുന്നു. അതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും കർത്താവ് കാൽവരി യാഗമായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ തുടർന്ന് നമ്മുടെ ജീവിതയാത്ര നാം നയിക്കേണ്ടതുണ്ട്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസത്തോളം ശിഷ്യന്മാരോടൊപ്പം 12 തവണ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 ദിവസങ്ങളുടെ ഇടയിൽ 12 തവണ പ്രത്യക്ഷപ്പെടുന്നു. ഈ 12 തവണയും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ശേഷം കർത്താവ് 40-ാം ദിനം സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, ഇവിടെ തന്നെ പാർക്കണം. ശിഷ്യന്മാർ ശേഷം ചെയ്യുന്നത് തുടർന്നുള്ള 10 ദിവസം പെന്തക്കോസ്ത് വരെ സഖ്യോൻ മാളികയിൽ അവിടെ ഒരുമനപ്പെട്ടിരുന്ന് 120 പേരോളം അടങ്ങുന്ന സംഘം ഒരുമനപ്പെട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പെന്തക്കോസ്തയുടെ അന്ന് അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി വന്ന് പതിക്കുന്നത് അവർ അനുഭവിക്കും വരെ അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ശേഷം സംഭവിക്കുന്നത്, എല്ലാ നാളും കൂടെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ പ്രിയപ്പെട്ടവരിലൂടെ, ഈ അപ്പോസ്തലന്മാരുടെ ലോകത്തെ കീഴ്മേൽ മറിക്കും വിധം പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയോടെ തന്നെ സുവിശേഷം ലോകത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതിന്, വ്യാപിപ്പിക്കുന്നതിന് കരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ നമ്മളും അനുഭവിക്കേണ്ടത്. ഇനി മറ്റൊരു സീസൺ എന്ന് ചിന്തിച്ച് കാത്തിരിക്കേണ്ടതല്ല. ഇതു മുതൽ അങ്ങോട്ട് നാം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവ്യമായ അനുഭവങ്ങളാണ് തിരുവെഴുത്തിൽ അന്ന് സംഭവിച്ചത്. അതുകൊണ്ട് നാമും അത്തരത്തിൽ വചനം ധാരാളമായി പഠിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രത്യേക കൃപ ചോദിക്കാം. അത് ദൈവം നമുക്ക് നൽകും, യാതൊരു സംശയമില്ല. ആ കൃപയിൽ നിന്നുകൊണ്ട്, ആ കർത്താവിന്റെ കരുണയിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലേക്ക്, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് ഫില്ലാകുന്ന, പൂർണ്ണമായി നിറയുന്ന ആ ദിവ്യമായ അനുഭവങ്ങളിലേക്ക് പടിപടിയായി വിശുദ്ധിയോടെ ജീവിതങ്ങളെ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഉയർപ്പിന്റെ, ഉത്ഥാനത്തിന്റെ ദിവ്യമായ ഉദ്ദേശത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകിയല്ലോ. അങ്ങ് ഞങ്ങളോട് സദാകാലം കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമായി കൂടെ ഇരിക്കുന്നതിന് കാത്തിരുന്ന് അവിടുത്തെ പരിശുദ്ധ വചനം പഠിച്ച് കർത്താവെ പ്രാർത്ഥിച്ച് അങ്ങേ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.